മുനമ്പം മനുഷ്യക്കടത്ത് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അന്വേഷണത്തിൽ ഓസ്ട്രേലിയൻ പോലീസ് സഹകരിച്ചേക്കും. കാതിക്കുടം നിറ്റാ ജലാറ്റിൻ കമ്പനി 3 ദിവസത്തിനകം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. കമ്പനിക്ക് ചാലക്കുടി പുഴയിൽ നിന്നും വെള്ളം എടുക്കുന്നതിനും അനുമതി. വിയോജിച്ച് ആക്ഷൻ കൗൺസിൽ. വേനൽ കനക്കുന്നു. മുരിയാട് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കിണറുകൾ വറ്റിയത് പ്രതിസന്ധിയായി മാറുന്നു. ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് CPIയിലെ VS രേവതി. വിപ്പ് ലംഘിച്ച കോൺഗ്രസ് കൌൺസിലർ TK വിനോദ് കുമാറിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. നമസ്കാരം. വാർത്തകൾ വിശദമായി. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അന്വേഷണത്തിൽ ഓസ്ട്രേലിയൻ പോലീസ് സഹകരിക്കുമെന്നാണ് സൂചന. ഓസ്ട്രേലിയയിലേക്ക് പോകാനായി എത്തിയ ഒരു സംഘം മധ്യ കേരളത്തിൽ ഒളിവിൽ താമസിക്കുന്നുണ്ടെന്ന സംശയത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ലോഡ്ജുകളിലും മറ്റും സംഘം ചേർന്ന് താമസിക്കുന്നത് പിടിക്കപ്പെടാനിടയാക്കുമെന്ന ഭയത്തിൽ കടൽ കടക്കാനെത്തിയവർ മത്സ്യബന്ധന മേഖലകളിൽ തൊഴിലാളികളെന്ന വ്യാജേന കഴിയുന്നുണ്ടാകുമെന്നാണ് സംശയിക്കുന്നത്. ഇതേ തുടർന്ന് മത്സ്യബന്ധന മേഖലയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ഓസ്ട്രേലിയയിലേക്ക് കടക്കാനെത്തിയ ശ്രീലങ്കക്കാർ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോയിരിക്കാമെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലും മുനമ്പത്തും ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും ഉൾപ്പെടെയുള്ള ബാഗുകൾ ഉപേക്ഷിച്ച സംഘങ്ങൾക്കായാണ് പോലീസും മറ്റ് സുരക്ഷാ ഏജൻസികളും അന്വേഷണം നടത്തിവരുന്നത്. ഡൽഹിയിൽ നിന്നുള്ളവർ കടൽ കടക്കാൻ എത്തിയ കൂട്ടത്തിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് അന്വേഷണത്തിനായി ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് വിവരം. കാതിക്കുടം നിറ്റാ ജലാറ്റിൻ കമ്പനി 3 ദിവസത്തിനകം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ തിരുവനന്തപുരത്ത് വിളിച്ചുകൂട്ടിയ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. കമ്പനിക്ക് ചാലക്കുടി പുഴയിൽ നിന്നും വെള്ളം എടുക്കുന്നതിനുള്ള തടസ്സം മാറ്റാനും യോഗം അനുമതി നൽകി. ഇതിനായി പോലീസ് സംരക്ഷണം നൽകുന്നതിന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശവും നൽകി. എന്നാൽ ചർച്ചയിൽ പങ്കെടുത്ത ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റും തീരുമാനത്തിൽ വിയോജിച്ചു. പരിസര മലിനീകരണം തുടർന്നുകൊണ്ടിരിക്കുന്ന കമ്പനി പുഴയിൽ നിന്നും അനിയന്ത്രിതമായി വെള്ളമെടുക്കുന്നത് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ഐ കണ്ണത്ത് ചൂണ്ടിക്കാട്ടി. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ ജെയ്സൺ പാനിക്കുളങ്ങര, KM അനിൽകുമാർ, VK മോഹനൻ എന്നിവരും ഇതേ അഭിപ്രായം രേഖപ്പെടുത്തി. എന്നാൽ MLAമാരായ BD ദേവസി, VD സതീശൻ എന്നിവർ ഈ അഭിപ്രായത്തെ അനുകൂലിച്ചില്ല. യൂണിയൻ ഭാരവാഹികളും മറ്റെല്ലാ ജനപ്രതിനിധികളും വെള്ളം എടുക്കുന്നതിനെ അനുകൂലിച്ചപ്പോഴാണ് കമ്പനി തുറക്കുന്നതിന് നിർദ്ദേശം നൽകുന്നതായി മന്ത്രി അറിയിച്ചത്. കമ്പനി MD കണ്ണൻ നായർ, യൂണിയൻ ഭാരവാഹികളായ TC സേതുമാധവൻ, KM ഗോപിനാഥ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് KR സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR സുമേഷ്, അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. കനത്ത വേനലിനെ തുടർന്ന് പുഴയിൽ വെള്ളം താഴ്ന്നപ്പോൾ കമ്പനിക്ക് പമ്പിംഗ് തടസ്സമായി മാറിയിരുന്നു. കമ്പനിയുടെ മോട്ടോർ പ്രവർത്തിക്കുന്ന ഭാഗത്തുള്ള മണൽത്തിട്ട മാറ്റുന്നതിന് ഇറിഗേഷൻ വകുപ്പ് അനുമതി നൽകിയെങ്കിലും കാടുകുറ്റി പഞ്ചായത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് 2 മാസമായി കമ്പനിയിൽ ഉൽപാദനം നിലച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. വേനൽ ചൂടിന് കാഠിന്യമേറിയതോടെ മുരിയാട് പഞ്ചായത്തിലെ തറയിലക്കാട് പ്രദേശം കുടിവെള്ളക്ഷാമത്തിന്റെ പിടിയിലായി. കിണറുകൾ വറ്റിയതോടെ ദൂരെ നിന്നും വെള്ളം ചുമന്നുകൊണ്ടുവരേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ 30ഓളം കുടുംബങ്ങൾ. വർഷങ്ങളായി തുടരുന്നതാണ് തറയിലക്കാട് പ്രദേശത്തുകാരുടെ ദുരിതം. പൊതുകിണറും പൈപ്പ് ലൈനും ഇവിടെ ഉണ്ടെങ്കിലും വേനലെത്തിയാൽ ഇവ രണ്ടും വറ്റി വരളും. പിന്നെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ നിന്നും കുടങ്ങളിൽ വെള്ളം ചുമന്നുകൊണ്ടുവന്നാണ് ഉപയോഗിക്കുന്നത്. വേനൽ ശക്തമായാൽ മേഖലയിലെ മുഴുവൻ കിണറുകളും വറ്റും. പിന്നീട് പണം കൊടുത്തു വാങ്ങുന്ന വെള്ളം വാഹനങ്ങളിൽ എത്തിച്ചാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. ഇത്തവണ ഡിസംബർ അവസാനം മുതലേ ഇവിടെയുള്ള പൊതുകിണർ വറ്റി. വെളിച്ചെണ്ണ എടുക്കണ പോലെയാണ് ഞങ്ങൾ ഈ കാലായി വെള്ളം എടുക്കുക. 32 കൊല്ലം ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇതേവരെ ഞങ്ങൾക്ക് ഒരു പ്രതിഫലം ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഏതെങ്കിലും നിലയ്ക്ക് ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം കിട്ടുകയാണെങ്കിൽ ഉപകാരമായി. കഴിഞ്ഞ പോലെ ഞങ്ങൾക്ക് കുറേശ്ശെ ഒരു ഡ്രമ്മ് വെള്ളം വീതം വണ്ടി വെള്ളം വന്ന് തന്നു. തറയിലക്കാടുള്ള അംഗനവാടിയിലും ശുദ്ധജലക്ഷാമം രൂക്ഷമാണ്. കുട്ടികൾക്ക് ആഹാരം തയ്യാറാക്കാനും കുടിക്കാനും വെള്ളം ചുമന്നുകൊണ്ടുവരേണ്ട ഗതികേട്. തറയിലക്കാട് പ്രദേശത്തെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. പൊതുവെ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങൾ റീചാർജിങ് ചെയ്ത കാരണം വെള്ളം ഇപ്പം ഉണ്ട്. പക്ഷെ ഈ വെള്ളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചുമന്ന് കൊണ്ടുവരേണ്ട ഗതികേടാണ്. അത് കാരണം ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ ചെയ്തു തരണം. അംഗനവാടിയിലും പരിസരത്തും പൊതു ടാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മഴക്കാലത്ത് മാത്രമാണ് ഇതിൽ വെള്ളമെത്താറ്. വേനലായാൽ ടാപ്പുകൾ നോക്കുകുത്തികളാകും.
തറയിലക്കാട് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 1959 ഇവിടെ ചെറുകിട കുടിവെള്ള പദ്ധതി തുടങ്ങിയിരുന്നു. പിന്നീട് പ്രവർത്തനം നിലച്ച ഈ പദ്ധതി ഇപ്പോൾ നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ്. പദ്ധതിയുടെ മോട്ടോർ വർഷങ്ങൾക്ക് മുൻപ് നന്നാക്കാനായി കൊണ്ടുപോയതാണ്. പിന്നീട് തിരിച്ചെത്തിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കടുത്ത വേനലിൽ പോലും ജലസമൃദ്ധിയുള്ളതാണ് പദ്ധതിയുടെ കിണർ. നോക്കുകുത്തിയായി നിലകൊള്ളുന്ന പദ്ധതി നവീകരിച്ച് പമ്പിംഗ് പുനരാരംഭിച്ചാൽ തറയിലക്കാട് പ്രദേശത്തെ ജലക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാനാകുമെങ്കിലും ഇതിനുള്ള നടപടികൾ ഉണ്ടാകാത്തതിൽ നിരാശരാണ് പ്രദേശവാസികൾ. TCV കൊടകര. ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷയായി CPIയിലെ VS രേവതി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. 41-ൽ 22 വോട്ട് നേടിയാണ് രേവതി വിജയിച്ചത്. രാവിലെ 11-ന് കൗൺസിൽ ഹാളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ഡെപ്യൂട്ടി കളക്ടർ ജെസിക്കുട്ടി മാത്യു വരണാധികാരിയായി. ബാലറ്റ് രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ സുഷാ ബാബു 19 വോട്ട് നേടി. BJPയുടെ ഏക അംഗം വോട്ടെടുപ്പിനെത്തിയില്ല. UDFന് 20 അംഗങ്ങളുണ്ടെങ്കിലും 19 വോട്ട് മാത്രമാണ് സുഷയ്ക്ക് ലഭിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലായതിനാലാണ് കോൺഗ്രസ് അംഗം TK വിനോദ് കുമാറിന് വോട്ട് രേഖപ്പെടുത്താൻ എത്താൻ കഴിയാതെ പോയത്. മുൻ നഗരസഭാധ്യക്ഷ പ്രൊഫസർ PK ശാന്തകുമാരിയാണ് രേവതിയുടെ പേര് നിർദ്ദേശിച്ചത്. LDF കക്ഷി നേതാവായ TT ശിവദാസൻ പിന്താങ്ങി. വരണാധികാരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പുതിയ ചെയർപേഴ്സണെ കൗൺസിലർമാരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പൂച്ചെണ്ട് നൽകിയും ഷാളണിയിച്ചും അനുമോദിച്ചു. ഗീതാ ഗോപി MLA, ദേവസ്വം ഭരണസമിതി അംഗം AV പ്രശാന്ത് എന്നിവരും രേവതിയെ അനുമോദിക്കാൻ എത്തിയിരുന്നു. 22-ാം വാർഡ് മാണിക്കത്തുപടിയെയാണ് റിട്ടയർഡ് അധ്യാപികയായ രേവതി പ്രതിനിധീകരിക്കുന്നത്. CN ജയദേവൻ MPയുടെ ഭാര്യയുടെ സഹോദര പത്നിയാണ്. വനിതാ സംവരണമായ ഗുരുവായൂരിൽ LDF ധാരണാപ്രകാരം ഭരണത്തിന്റെ 4-ാം വർഷം CPIക്കും അവസാന വർഷം CPMനുമാണ് ചെയർമാൻ സ്ഥാനം. 43 അംഗ കൗൺസിലിൽ സ്വതന്ത്രാംഗമായ പ്രൊഫസർ PK ശാന്തകുമാരിയുടെ പിന്തുണയോടെയാണ് LDF ഭരിക്കുന്നത്. ധാരണാപ്രകാരം ശാന്തകുമാരിക്ക് നൽകിയ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് കഴിഞ്ഞ 18-ന് രാജിവെച്ചതിനാലാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. TCV ഗുരുവായൂർ. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് വിപ്പ് ലംഘിച്ച ഗുരുവായൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറെ DCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തു. 33-ാം വാർഡ് കൗൺസിലർ TK വിനോദ് കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പാർട്ടി സ്ഥാനാർത്ഥിയായ സുഷാ ബാബുവിന് വോട്ട് ചെയ്യണമെന്നാണ് DCC പ്രസിഡന്റ് TN പ്രതാപൻ വിപ്പ് നൽകിയിരുന്നത്. എന്നാൽ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന വിനോദ് വോട്ട് ചെയ്യാൻ എത്തിയില്ല. തെരഞ്ഞെടുപ്പിൽ 19 അംഗങ്ങളുള്ള കോൺഗ്രസിന് 18 വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ കൗൺസിലിന്റെ സന്ദർശക ഗാലറിയിൽ നിരീക്ഷകനായി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിപ്പ് ലംഘിച്ച വിനോദ് കുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്രനഗരിയുടെ സമ്പൂർണ്ണ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ VS രേവതി പറഞ്ഞു. ചുമതലയേറ്റ ശേഷം ചേംബറിലെത്തി മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. പ്രൊഫസർ PK ശാന്തകുമാരി ചെയർപേഴ്സണായിരിക്കെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ശാന്തകുമാരിക്ക് പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്ന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് പ്രാധാന്യം നൽകുമെന്നും അവർ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയിൽ വീണ്ടും അധ്യാപിക ഭരണം. 3 വർഷം നഗരസഭാ ചെയർപേഴ്സണായിരുന്ന പ്രൊഫസർ PK ശാന്തകുമാരി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃതം അധ്യാപികയായിരുന്നു. ഇവർ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് ചെയർപേഴ്സണായ VS രേവതി ഗുരുവായൂർ AUP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ്. മുന്നണി ധാരണ പ്രകാരം 1 വർഷമാണ് ഇവരുടെ കാലാവധി. രേവതിക്ക് ശേഷം ചെയർപേഴ്സണാകാൻ നിശ്ചയിച്ചിട്ടുള്ള M രതിയും റിട്ടയർഡ് അധ്യാപികയാണ്. നഗരസഭാ ഓഫീസിൽ ചെയർപേഴ്സൺ എന്ന വാക്കിന് പകരം ഇതുവരെ മുഴങ്ങിക്കേട്ടിരുന്നത് ടീച്ചർ എന്ന വിളിയാണ്. അധ്യാപക സ്ഥാനത്ത് നിന്ന് വിരമിച്ചെങ്കിലും രേവതി ഇനി സഹ കൗൺസിലർമാർക്ക് പാഠം പകർന്നു നൽകുന്ന അധ്യാപികയുടെ റോളിലുണ്ടാകും. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷത്തിനെത്തിയ 2 ആനകൾ വിരണ്ടോടിയത് പരിഭ്രാന്തിക്കിടയാക്കി. ഭരത് വിശ്വനാഥൻ, ഉമാമഹേശ്വരൻ എന്നീ ആനകളാണ് ഓടിയത്. രാവിലെ 5:30യോടെയായിരുന്നു സംഭവം. രാത്രി എഴുന്നള്ളിപ്പിന് ശേഷം തളയ്ക്കാനായി കൊണ്ടുപോകുന്നതിനിടയിലാണ് ആനകൾ വിരണ്ടത്. വിരണ്ടോടിയത് ഭരത് വിശ്വനാഥൻ കിഴക്കേ നടയിൽ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ മോഹൻദാസിന്റെ വീടിന്റെ ഗേറ്റ്, കാർ ഷെഡ്, മതിൽ എന്നിവ തകർത്തു. തുടർന്ന് 5 അടി ഉയരമുള്ള മതിൽ ചാടിക്കടന്ന ആന ചെട്ടിയാട്ടിൽ ബാലന്റെ വീടിന്റെ മതിൽ തകർത്ത് തൊട്ടടുത്തുള്ള പുരയിടത്തിൽ നിൽക്കുകയായിരുന്നു. ഇതിനിടെ ആനയുടെ പുറത്തുണ്ടായിരുന്ന 2ാം പാപ്പാൻ ചാടി രക്ഷപ്പെട്ടു. പിന്നീട് പാപ്പാന്മാർ ചേർന്ന് ആനയെ തളച്ചു. ഇടഞ്ഞോടിയ ഉമാമഹേശ്വരൻ എന്ന മറ്റൊരാനയെ പുല്ലൂറ്റ് കോഴിക്കടയിൽ വെച്ച് തളച്ചു. നോക്കുമ്പോൾ ഒരു ആന ഡോക്ടറിന്റെ വീട്ടിലെ മതിൽ ചാടി നമ്മുടെ പറമ്പിൽ കൂടെ ഓടി വന്നത് നമ്മുടെ മതിൽ മുട്ടിച്ച് ഈ പറമ്പിലേക്ക് ഓടി കയറി. ഇതാണ് ഞാൻ കണ്ടത്. ഇടവേള.
ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്ത തുടർന്നു. ഉണങ്ങിയ തെങ്ങ് മുറിച്ചു നീക്കുന്നതിനിടെ കടപുഴകി വീണ് തെങ്ങിനടിയിൽപ്പെട്ട് തൊഴിലാളി മരിച്ചു. ചെറുമനങ്ങാട് നെല്ലിക്കുന്ന് സ്വദേശി കളത്തിൽ വീട്ടിൽ 50 വയസ്സുള്ള രാജനാണ് മരിച്ചത്. വെള്ളറക്കാട് ദുബായ് പടിക്ക് സമീപം കോട്ടപ്പുറത്ത് വളപ്പിൽ മൊയ്തുണ്ണിയുടെ വീട്ടുവളപ്പിലെ തെങ്ങ് മുറിച്ചു മാറ്റുന്നതിനിടെയാണ് അപകടം. ഉണങ്ങിയ തെങ്ങിൽ കയറി മുകൾ ഭാഗം മുറിച്ചു മാറ്റുന്നതിനിടെ തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാഴാനി ഡാമിൽ മീൻ പിടിക്കുന്നതിനിടെ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. വീരാലിപ്പാടം മിത്തിലാം കുന്നത്ത് പരമേശ്വരന്റെ മകൻ 59 വയസ്സുള്ള കുട്ടപ്പൻ എന്ന രാഘവനെയാണ് കാണാതായത്. സുഹൃത്തുമൊത്ത് ഡാമിൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു. മീൻ പിടിക്കുന്നതിനായി സുഹൃത്ത് അക്കരയ്ക്ക് നടന്നു പോയപ്പോൾ കുട്ടപ്പൻ മറുകരയിലേക്ക് നീന്തി. എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും കുട്ടപ്പനെ കാണാത്തതിനെ തുടർന്ന് സുഹൃത്ത് നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി ഫയർഫോഴ്സ്, തൃശൂരിൽ നിന്നുള്ള സ്കൂബ യൂണിറ്റ്, വടക്കാഞ്ചേരി പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡാമിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തെക്കുംകര മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം രജിത ബിജോഷിന്റെ പിതാവാണ് കുട്ടപ്പൻ. തൃപ്രയാറിൽ 1/2 കിലോ കഞ്ചാവുമായി യുവാവിനെ വാടാനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പാലയൂർ സ്വദേശി കടയങ്കര വീട്ടിൽ സിജിത്താണ് അറസ്റ്റിലായത്. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് വാടാനപ്പള്ളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ TR രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. രഹസ്യവിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ എക്സൈസ് സംഘത്തെ കണ്ട് യുവാവ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. എടമുട്ട മേഖലയിൽ നിരവധി യുവാക്കൾക്ക് ഇയാൾ കഞ്ചാവ് എത്തിച്ചു നൽകാറുള്ളതായി പറയുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥരായ സോണി കെ ദേവസി, ആന്റണി റോയ് തുടങ്ങിയവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മേലൂർ കുന്നപ്പള്ളിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് സംഘട്ടനം. 2 പേർക്ക് പരിക്ക്. കോടാലി വെട്ടിയാട്ടിൽ ശിവദാസൻ, ഇയാളുടെ ഭാര്യ, പിതാവ് തച്ചുകണ്ടത്തിൽ രാജപ്പൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ശിവദാസന്റെ പേരിൽ വിവാഹമോചനത്തിന് ഭാര്യ വീട്ടുകാർ നൽകിയിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യമാണ് സംഘട്ടനത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊരട്ടി പോലീസ് കേസെടുത്തു. മറ്റത്തൂരിലെ അമ്പനോളി പ്രദേശത്ത് കഴിഞ്ഞ രാത്രിയിലും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. അങ്കമാലി സ്വദേശി ചാക്കോച്ചൻ, വെള്ളിക്കുളങ്ങര സ്വദേശി ബിജു എന്നിവരുടെ കൃഷിത്തോട്ടങ്ങളിലാണ് കഴിഞ്ഞ രാത്രി കാട്ടാന ഇറങ്ങിയത്. ഏതാനും തെങ്ങുകളും റബ്ബർ മരങ്ങളും കാട്ടാന മറിച്ചിട്ടു. കഴിഞ്ഞ ഒരാഴ്ചയായി അമ്പനോളിയിലും സമീപ പ്രദേശങ്ങളിലായ താളുപ്പാടം, പോത്തൻചിറ എന്നിവിടങ്ങളിലും തുടർച്ചയായി കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുന്നുണ്ട്. കുന്നംകുളം നഗരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 51 മൈക്രോണിന് താഴെയുള്ള ക്യാരി ബാഗുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. 3 വർഷം മുമ്പ് നഗരത്തിൽ ക്യാരി ബാഗുകൾ നിരോധിക്കുകയും പിന്നീട് നിലവിലുള്ള ക്യാരി ബാഗുകൾ അവസാനിക്കുന്നതുവരെ ഇളവ് നൽകുകയും ചെയ്തു. എന്നാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് ബാഗുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മിന്നൽ പരിശോധനയുമായി ഉദ്യോഗസ്ഥരെത്തിയത്. 51 മൈക്രോണിന് താഴെയുള്ള ക്യാരി ബാഗുകൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുകയും ഉപയോഗിക്കുന്നതിനെതിരെ ഉത്തരവ് നൽകുകയും ചെയ്തു. ഇനിയും ഇത് തുടർന്നാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തുന്നത് ഒഴിപ്പിച്ചെടുക്കുകയും ചെയ്തു. തുടർ ദിവസങ്ങളിൽ പരിശോധന വ്യാപകമാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചാലക്കുടിയിലെ മൊബൈൽ ഷോപ്പിൽ സംഘർഷം. 2 പേർക്ക് പരിക്കേറ്റു. സൗത്ത് ജംഗ്ഷനിലെ D2 ഷോപ്പ് ഉടമ അനൂപ്, ജീവനക്കാരൻ സിജോ എന്നിവർക്കാണ് വെട്ടേറ്റത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. ചേനത്തനാട് സ്വദേശി പെല്ലിശ്ശേരി നെൽസന്റെ പേരിൽ പോലീസ് കേസെടുത്തു. നെൽസൺ കടമായി നൽകിയ പണം തിരികെ ചോദിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് സംഘട്ടനമുണ്ടായതെന്ന് പറയുന്നു. മണലിപ്പുഴയിലെ മടവാക്കര കാഴ്ചക്കടവിൽ ഹോട്ടൽ മാലിന്യം ചാക്കുകളിലാക്കി തള്ളിയ കേസിൽ 2 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പച്ചളിപ്പുറം ചെറിയാലത്ത് ഡേവിസ്, പുതുക്കാട് കണ്ണമ്പത്തൂർ ആട്ടോക്കാരൻ ജിയോ എന്നിവരാണ് അറസ്റ്റിലായത്. നവംബർ 21-നായിരുന്നു സംഭവം. കേടുവന്ന മുട്ടകളും ഹോട്ടൽ മാലിന്യങ്ങളും ചാക്കുകളിലാക്കി പുഴയിൽ തള്ളുകയായിരുന്നു.
ശുദ്ധജല പദ്ധതികൾ പ്രവർത്തിക്കുന്ന മണലിപ്പുഴയിൽ മാലിന്യം തള്ളിയ വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. നീതിയെ വെല്ലുവിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇടത് സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്നതെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത് പറഞ്ഞു. അന്തിക്കാട് പോലീസ് കള്ളക്കേസെടുത്തുവെന്നാരോപിച്ച് AIYF നടത്തുന്ന രാപ്പകൽ സമരം അന്തിക്കാട് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AIYF നാട്ടിക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് അന്തിക്കാട് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് KP സന്ദീപ്, സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ എന്നിവർ സംസാരിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് സെന്ററിൽ പ്രകടനം നടത്തി. നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KM കിഷോർ കുമാർ, TK മാധവൻ, ഷിബു കൊല്ലാറ, സജന പർവിൻ എന്നിവർ നേതൃത്വം നൽകി. പ്രളയത്തിൽ കുതിർന്ന് ദുർബലമായ വീട് തകർന്നു വീണു. കാട്ടൂർ പഞ്ചായത്ത് 13-ാം വാർഡ് മനപ്പടിയിൽ പണിക്ക് വീട്ടിൽ അബൂബക്കറിന്റെ ഓടുവീടാണ് തകർന്നു വീണത്. ബുധനാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. വീട്ടുകാർ അടുക്കളയിൽ പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കെയാണ് ഇടിഞ്ഞു വീണത്. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TN രമേശ് സ്ഥലം സന്ദർശിച്ചു. ചാലക്കുടി തിരുകുടുംബ ദേവാലയത്തിന്റെ കപ്പേളയുടെ ചില്ല് കല്ലെറിഞ്ഞ് തകർന്ന നിലയിൽ കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷൻ റോഡിന് സമീപമുള്ള കപ്പേളയുടെ ചില്ലാണ് ഒരു ഭാഗം പൊട്ടിയത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. പോലീസ് കേസെടുത്തു. നിറങ്ങളെ സമന്വയിപ്പിച്ച വർണ്ണവിസ്മയം തീർക്കുകയാണ് ചിറക്കൽ ഇഞ്ചിമുടി വില്ലേജ് ഓഫീസിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായ രാധാകൃഷ്ണൻ. അസാമാന്യ കരവിരുതിൽ പിറവിയെടുക്കുന്നത് പ്രകൃതിയുടെ നിറച്ചാർത്തുകളാണ്. ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള രാധാകൃഷ്ണന്റെ വീട് ഒരു ചിത്രകലാ മ്യൂസിയമാണ്. ഓരോ ചിത്രങ്ങൾക്കും ജീവനുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ക്യാൻവാസിൽ പകർത്തിയിട്ടുള്ളത്. പ്രകൃതിക്ക് മേൽ മനുഷ്യന്റെ ആധിപത്യങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ കൂടിയാണ് രാധാകൃഷ്ണന്റെ ചിത്രങ്ങൾ. ചെറുപ്പകാലം മുതൽ ചിത്രരചനയിൽ ഇദ്ദേഹം തൽപരനായിരുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ ചിത്രരചനയിൽ വളരെ താല്പര്യം ഉള്ള കൂട്ടത്തിലായിരുന്നു. കഴിഞ്ഞൊരു 10 വർഷമായിട്ടാണ് കൂടുതൽ ശ്രദ്ധയോടുകൂടി ചിത്രകലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്നത്. ഒരു ചിത്രകലയിൽ വളരെയധികം മുന്നോട്ട് പോകാൻ വളരെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. ഇപ്പോൾ ജോലി കിട്ടിയതിന് ശേഷമാണ് കൂടുതലും ഇതിൽ ശ്രദ്ധിച്ചത്. കാരണം നമ്മളുള്ള ഇത് ചിത്രരചന ചെയ്യുന്നത് അതിൻ്റെ മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാൻ വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്ക് ഒരു വരുമാനം വന്നതിന് ശേഷമാണ് കൂടുതൽ കോൺസെൻട്രേഷൻ വന്നത്. നല്ലൊരു ചിത്രകാരനായിരുന്ന ഭാര്യാപിതാവിൽ നിന്നാണ് ഇദ്ദേഹം ചിത്രരചനയിലെ കൂടുതൽ വശങ്ങൾ മനസ്സിലാക്കിയത്. നാളിതുവരെ 1000-ൽ പരം ചിത്രങ്ങൾക്ക് രാധാകൃഷ്ണൻ ചായം ചാലിച്ചു. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സ്റ്റേറ്റ് കലോത്സവത്തിൽ ചിത്രരചനയിൽ രാധാകൃഷ്ണൻ 1ാം സ്ഥാനം നേടിയിരുന്നു. തൃശൂർ ലളിതകലാ അക്കാദമിയുടെ 2016-ലെ സംസ്ഥാനതല ചിത്ര പ്രദർശനത്തിൽ രാധാകൃഷ്ണന്റെ 100ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. മനസ്സിൽ തെളിയുന്നതെന്തും അതേപടി ക്യാൻവാസിലേക്ക് ആവാഹിക്കാൻ ഇദ്ദേഹത്തിന് അസാമാന്യ കഴിവാണുള്ളത്. മൈൻഡ് ഓഫ് ഗ്രീനറി എന്ന് പേരിട്ടിട്ടുള്ള വിഭാഗത്തിലാണ് ചിത്രങ്ങൾ അധികവും. അക്രലിക്, ഓയിൽ, ജലച്ചായം എന്നിവ ഉപയോഗിച്ചാണ് ചിത്രരചന. ജോലി കഴിഞ്ഞെത്തിയാൽ രാത്രിയിൽ മണിക്കൂറുകൾ ചിലവഴിച്ച് ക്ഷമയോടെയും ശ്രദ്ധയോടെയുമാണ് ഓരോ ചിത്രങ്ങളും പൂർത്തിയാക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ ചിത്രമൊരുക്കിയത് 1 മാസത്തെ കഠിന പ്രയത്നത്തിലാണ്. രാധാകൃഷ്ണന് പ്രചോദനമായി കൂടെയുള്ളത് നല്ലൊരു ഗായിക കൂടിയായ ഭാര്യ മായയും UKG വിദ്യാർത്ഥിയായ മകൾ കണ്ണകിയുമാണ്. ചിത്രകല അഭ്യസിക്കാൻ പലരും രാധാകൃഷ്ണനെ തേടിയെത്തുന്നുണ്ട്. നല്ലൊരു കവി കൂടിയാണ് ഇദ്ദേഹം. പ്രളയ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പിന് മേൽനോട്ടം വഹിക്കുന്ന സമയത്ത് ക്യാമ്പിലെ അന്തേവാസികളെക്കുറിച്ച് രാധാകൃഷ്ണൻ എഴുതിയ കവിത മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. അതിവിദഗ്ധമായി കൈവഴക്കത്തിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ചോക്കിൽ ദൈവരൂപങ്ങളും കൗതുക മാതൃകകളും നിർമ്മിക്കുന്നതിലും രാധാകൃഷ്ണൻ വിദഗ്ധനാണ്. TCV അന്തിക്കാട്. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.
വാർത്ത തുടർന്നു. ഇ പോസ് മെഷീനുകളെക്കുറിച്ചും പൊതുവിതരണ രംഗത്തെ മാറ്റങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനായി ഇ പോസ് ദിനം ആചരിച്ചു. 2018 ജനുവരി 16 റേഷൻ സംവിധാനം സുതാര്യമാക്കുന്നതിനായി ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ ഇ പോസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംവിധാനം നിലവിൽ വന്നത്. ഇതിന്റെ ഭാഗമായി 45 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു വീഡിയോ പ്രദർശനവും സംഘടിപ്പിച്ചു. ചാവക്കാട് താലൂക്ക് മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടിക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർ KS ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി. താലൂക്കിലെ മുനിസിപ്പൽ കൗൺസിലർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിനായി മുടി ദാനം ചെയ്ത് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ. 88 കുട്ടികളാണ് മുടി ദാനം ചെയ്തത്. NSS പ്രോഗ്രാം ഓഫീസർ ആഗ്നസും കേശദാനത്തിൽ പങ്കാളിയായി. തൃശൂർ അമല ആശുപത്രിയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MR സുനിൽ ദത്ത് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PN രാമദാസ്, വാർഡ് കൗൺസിലർ ബിന്ദു പ്രദീപ്, പ്രിൻസിപ്പൽ ആശ ആനന്ദ്, ഹെഡ് മിസ്റ്റർ സീനത്ത്, കേശവദാനം, സ്നേഹദാനം ജില്ലാ കോർഡിനേറ്റർ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. വർഗീയതയെയും ജാതിയെയും പ്രതിരോധിക്കുന്നതിന് കലയുടെ വിവിധ മേഖലകളുടെ സജീവമായ ഇടപെടലുകൾ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് വയലാർ അവാർഡ് ജേതാവ് TD രാമകൃഷ്ണൻ പറഞ്ഞു. യുവകലാ സാഹിത്യ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം നൽകുന്ന സാംസ്കാരിക യാത്രയ്ക്ക് ഓട്ടുപാറയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘാടക സമിതി ചെയർമാൻ MR സോമനാരായണൻ അധ്യക്ഷനായി. ജാഥ അംഗങ്ങളെ ഓട്ടുപാറ വാഴാനി റോഡിൽ നിന്ന് കൊമ്പുവാദ്യത്തിന്റെ അകമ്പടിയോടെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചു. ജാഥ അംഗങ്ങൾക്ക് വേണ്ടി സാംസ്കാരിക യാത്രയുടെ വൈസ് ക്യാപ്റ്റൻ EM സതീശൻ സ്വീകരണം ഏറ്റുവാങ്ങി. ജാഥ കോർഡിനേറ്റർ ഗീത നസീർ, ചലച്ചിത്ര താരവും ജാഥ അംഗവുമായ ചേർത്തല ജയൻ, കഥാകൃത്ത് P ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥിയുടെ പിതാവിന്റെ ചികിത്സയ്ക്ക് കരുതലായി സഹപാഠികളുടെ സഹായഹസ്തം. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയുടെ പിതാവ് വാഴപ്പുള്ളി വേലായുധന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കാണ് സഹപാഠികൾ ചികിത്സാ സഹായം നൽകി മാതൃകയായത്. ക്രിസ്മസ്, ജന്മദിനാഘോഷം എന്നിവ ലളിതമാക്കിയാണ് വിദ്യാർത്ഥികൾ 1.5 ലക്ഷം രൂപ സ്വരൂപിച്ചത്. ചികിത്സാ സഹായനിധി ചെയർമാനും മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമായ AK ഹുസൈന് ലീഡർ NA അനാമിക 1.5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. പ്രധാനാധ്യാപകൻ PT ചാക്കോ യോഗത്തിൽ അധ്യക്ഷനായി. സഹായനിധി കൺവീനർ PP സ്റ്റീഫൻ, ട്രഷറർ PJ ജോയ്, EA സെബാസ്റ്റ്യൻ, അധ്യാപകരായ CR റീമ, CJ ജിജി, PTA പ്രസിഡന്റ് K വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. നഗരസഭാ പരിധിയിൽ PMAY പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ച് 1 മുതൽ 3 വരെ DPRൽപ്പെട്ട 678 ഉപഭോക്താക്കൾക്കും പദ്ധതി തുക നൽകിയിട്ടില്ലെന്ന് ആരോപണം. കേന്ദ്ര സംസ്ഥാന വിഹിതം നൽകിയെങ്കിലും നഗരസഭാ വിഹിതം നൽകാതെ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി ആലിക്കൽ കൗൺസിലിൽ ആരോപിച്ചു. പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തികളുടെയും വാർഡ് വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും ഫയലുകൾ നിരന്തരമായി കാണാതാകുന്നതായി ക്ഷേമകാര്യം പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ആരോപിച്ചു. എന്നാൽ ഫയലുകൾ കാണാതാകുന്നത് ഒഴിവാക്കാൻ ആവശ്യമെങ്കിൽ CCTV ക്യാമറ സ്ഥാപിക്കാമെന്നായിരുന്നു സെക്രട്ടറിയുടെ മറുപടി. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലുള്ള ശൗചാലയം മാസങ്ങളായി പ്രവർത്തനരഹിതമായതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മക ശൗചാലയം ഒരുക്കി പ്രതിഷേധിച്ചു. ബസ് സ്റ്റാൻഡിലെ ആധുനിക ശൗചാലയം പ്രളയത്തിൽ തകർന്നിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ശൗചാലയം ഉപയോഗശൂന്യമായിട്ട് വർഷങ്ങളായി. സ്ത്രീകളടക്കമുള്ള 100 കണക്കിന് യാത്രക്കാരാണ് ശൗചാലയം ഇല്ലാത്തതിനാൽ ദുരിതത്തിലായത്. വിനോദ് വിധേയത്തിൽ സോയ് കോലഞ്ചേരി, വിൽസൺ കാഞ്ഞൂത്തറ, ഡേവിസ് വിധേയത്തിൽ, അമ്പി കുന്നത്തുകാട്, വിനയൻ എന്നിവർ സംസാരിച്ചു. പ്രളയത്തിൽ കന്നുകാലികൾ നഷ്ടപ്പെട്ട ചേർപ്പ് മേഖലയിലെ കർഷകർക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ധനസഹായ വിതരണം നടത്തി. 58 കർഷകർക്ക് 8 ലക്ഷം രൂപയോളം വിതരണം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR സരള ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ MK ഗിരിജ, അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ MP ജയന്തി, ഡോക്ടർ M ബീന, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ സനോജ് തച്ചിലാത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു.
മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ അന്തകവിത്താണെന്ന് സംവിധായകൻ അലി അക്ബർ അഭിപ്രായപ്പെട്ടു. കോടാലിയിൽ BJP സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സത്യൻ എരിമേൽ അധ്യക്ഷത വഹിച്ചു. BDJS സംസ്ഥാന സെക്രട്ടറി PK സുബ്രൻ, BJP മേഖലാ സെക്രട്ടറി A ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് രാജൻ വല്ലച്ചിറ, വൈസ് പ്രസിഡന്റ് സുബ്രൻ പുത്തോടൻ എന്നിവർ സംസാരിച്ചു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സൗജന്യ വനിതാ തയ്യൽ പരിശീലനത്തിന് തുടക്കമായി. 18നും 29നും ഇടയിൽ പ്രായമുള്ള യുവതികൾക്കാണ് പരിശീലനം നൽകുന്നത്. ഗുരുവായൂർ നഗരസഭ കൗൺസിലർ ബിന്ദു അജിത് കുമാർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ KS ലക്ഷ്മണൻ അധ്യക്ഷനായി. ദേവസൂര്യ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച ചികിത്സാ സഹായം രായം മരക്കാർ വീട്ടിൽ ജമീലയ്ക്ക് ചടങ്ങിൽ കൈമാറി. സീനിയർ സിറ്റിസൺസ് ചെയർമാൻ വേണു ബ്രഹ്മകുളം, റെജി വിളക്കാട്ടുപാടം, MG ഗോകുൽ തുടങ്ങിയവർ സംസാരിച്ചു. സേവ് ആലപ്പാട് സംരക്ഷണ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹജ്വാലയും ഐക്യദാർഢ്യ പ്രഖ്യാപനവും നടത്തി. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്നേഹജ്വാല തെളിയിച്ചു. ആലപ്പാട് അതിജീവന സമരത്തിന് പിന്തുണ നൽകാനും സമരക്കാർക്കൊപ്പം സത്യാഗ്രഹം അനുഷ്ഠിക്കാനും തീരുമാനമെടുത്തതായി സ്നേഹജ്വാല ഓർഗനൈസർ സുരേഷ് വാഴപ്പള്ളി പറഞ്ഞു. സത്യരാജ് തൃശൂർ, സുജിത് ഉണ്ണിമോൻ, വിദ്യാസാഗർ, ടോണി, കണ്ണൻ കല്ലയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിത വിദ്യാലയത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത ക്ലബിന്റെ നേതൃത്വത്തിൽ തുണി ബാഗുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക AS പ്രേംസി അധ്യക്ഷയായി. SSLC സ്പെഷ്യൽ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നതിന് ആവശ്യമായ പാത്രങ്ങൾ സാമൂഹിക പ്രവർത്തകനായ മേജർ ജോസഫ് സംഭാവനയായി നൽകി. ജില്ലാതല മാറ്റുപരീക്ഷയിലേക്ക് തിരഞ്ഞെടുത്ത 5ാം ക്ലാസ് വിദ്യാർത്ഥി മാളവികയെ അനുമോദിച്ചു. PTA പ്രസിഡന്റ് കുഞ്ഞുമോൻ കരിയന്നൂർ, ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് MS സിറാജ്, സംസ്കൃതം ക്ലബ് കൺവീനർ ശ്രീദേവി, MS രാമകൃഷ്ണൻ, സ്റ്റാഫ് സെക്രട്ടറി നന്ദൻ എന്നിവർ സംസാരിച്ചു. താന്യം പഞ്ചായത്തിന്റെയും തൃപ്രയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി സ്നേഹസ്പർശവും സ്നേഹസംഗമവും നടത്തി. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. താന്യം പാലിയേറ്റീവ് കെയറിലെ കിടപ്പ് രോഗികളായ 75 പേരാണ് സംഗമത്തിന് എത്തിയത്. രോഗികളുടെ കലാപരിപാടികളും സംഗീത വിരുന്നും പലവ്യഞ്ജന കിറ്റ് വിതരണവും നടന്നു. കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിലെ തിരുനാൾ ഭക്തി നിർഭരമായി. ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജേസൺ വടക്കേത്തല മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ബെബിൻ കുത്തൂർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ജനറൽ കൺവീനർ ബിറ്റോ കുര്യൻ, ട്രസ്റ്റിമാർ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയും CHSC മറ്റത്തൂരും സംയുക്തമായി പാലിയേറ്റീവ് പരിചരണ ദിനം ആചരിച്ചു. സൗഹൃദ സ്പർശം എന്ന പേരിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ പരിപാടി പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ AC സരള, ഡോക്ടർ ബിനോജ് ജോർജ്, ആശ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ വഴിയോര കച്ചവടം നടത്തുന്നവർക്ക് ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു. നഗരസഭാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ M രതി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AS താജുദ്ദീൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K സുജിത്, K രാജീവൻ എന്നിവർ നേതൃത്വം നൽകി. നേരത്തെ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത 67 പേർക്കാണ് ഹെൽത്ത് കാർഡുകൾ നൽകിയത്. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേയും വാർഷികാഘോഷവും സാഗർ രൂപത മുൻ ബിഷപ്പ് മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ പോളി നീലങ്കാവിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാധ രവീന്ദ്രൻ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം നിർവഹിച്ചു. ഫാദർ ഫീവിൻസ് ചിറ്റിലപ്പള്ളി, പ്രിൻസിപ്പൽ CI റോസമ്മ, പ്രധാനാധ്യാപകൻ PJ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പദ്ധതി പ്രകാരം
തിച്ചൂർ റബ്ബർ ഉൽപാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ റബ്ബർ കർഷകർക്കും ടാപ്പർമാർക്കും പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. 3 ദിവസങ്ങളിലായി നടത്തുന്ന പരിശീലന ക്ലാസ്സിൽ 30 റബ്ബർ കർഷകരും ടാപ്പർമാരും പങ്കെടുത്തു. റബ്ബർ ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ പി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പിലാക്കാട് സംഘം പ്രസിഡന്റ് വി ശിവകുമാർ അധ്യക്ഷനായി. വടക്കാഞ്ചേരി റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസർ രഘു ക്ലാസിന് നേതൃത്വം നൽകി. തൃശൂർ താലൂക്ക് ചെത്തുതൊഴിലാളി സഹകരണ സംഘം അന്തിക്കാട് ശാഖയുടെ നേതൃത്വത്തിൽ കെയർ ഹോം പദ്ധതി പ്രകാരം പണിതുകൊടുക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ നടന്നു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത മോഹൻദാസ് ശിലാസ്ഥാപനം നിർവഹിച്ചു. അരിമ്പൂർ 5-ാം വാർഡിൽ മുറ്റിച്ചേരി കാർത്യായനിക്കാണ് സംഘം വീട് നിർമ്മിച്ചു നൽകുന്നത്. കെയർ ഹോം പദ്ധതി പ്രകാരം അന്തിക്കാട് ചെത്തുതൊഴിലാളി സഹകരണ സംഘം നിർമ്മിക്കുന്ന ഭവനങ്ങളിൽ 7ാമത്തെയാണിത്. സഹകരണ സംഘം പ്രസിഡന്റ് KM ജയദേവൻ അധ്യക്ഷനായി. സെക്രട്ടറി KV വിനോദൻ, അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NC സതീഷ്, മണലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MR മോഹനൻ, KP ചന്ദ്രൻ, VG ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് 2018-2019 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളിലേക്കും ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് സ്റ്റീൽ പാത്രങ്ങളും വാട്ടർ ടാങ്കുകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ അനിൽകുമാർ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള മാള യൂണിറ്റ് സമ്മേളനം നടത്തി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MK വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രളയകാലത്തെ സേവനം കണക്കിലെടുത്ത് മാള SI KO പ്രദീപിനെ ചടങ്ങിൽ ആദരിച്ചു. ആൽഫ പാലിയേറ്റീവ് മാള ലിങ്ക് സെന്ററിന് ധനസഹായം വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് IK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. PN സജീവ്, CK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നുമറി വിശുദ്ധ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോസ് മഞ്ഞളി കൊടികയറ്റം നിർവഹിച്ചു. ഈ മാസം 26, 27 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗൈഡ്സ് NSS യൂണിറ്റുകളുടെയും വടക്കാഞ്ചേരി പോലീസിന്റെയും സഹകരണത്തോടെ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി നടത്തി. ഗൈഡ്സ് ക്യാപ്റ്റൻ D അജിത, NSS യൂണിറ്റ് കോർഡിനേറ്റർ PF ലൂസി, OS ASIമാരായ തുളസിദാസ്, KD ബാബു, സീന, VK ബാബു എന്നിവർ നേതൃത്വം നൽകി. കൊടകര സെന്റ് ജോസഫ് ഫെറോന ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാളിന് കൊടികയറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയ് പാലേക്കര കൊടിയേറ്റം നിർവഹിച്ചു. ശനി, ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം. തിങ്കളാഴ്ച ടൗൺ അമ്പും ആഘോഷിക്കും. സ്വാതന്ത്ര്യത്തിന്റെ ചിറകിലേറി ബഹുസ്വരതയുടെ ലോകത്തേക്ക് എന്ന മുദ്രാവാക്യമുയർത്തി SFI തൃശൂർ ജില്ലാ കമ്മിറ്റി ഫെസ്റ്റിവൽ ഓഫ് ഫ്രീഡം എന്ന പരിപാടി സംഘടിപ്പിച്ചു. കവി C രാവുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. SFI ജില്ലാ പ്രസിഡന്റ് ജാസിർ ഇക്ബാൽ അധ്യക്ഷനായി. ശ്രീജിത്ത് അരിയലൂർ, ട്രാൻസ്ജെൻഡർ ശീതൽ ശ്യാം, CS സംഗീത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുനമ്പം മനുഷ്യക്കടത്ത് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അന്വേഷണത്തിൽ ഓസ്ട്രേലിയൻ പോലീസ് സഹകരിച്ചേക്കും. കാതിക്കുടം നിറ്റ ജലാറ്റിൻ കമ്പനി 3 ദിവസത്തിനകം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. കമ്പനിക്ക് ചാലക്കുടി പുഴയിൽ നിന്നും വെള്ളം എടുക്കുന്നതിനും അനുമതി. വിയോജിപ്പ് ആക്ഷൻ കൗൺസിൽ. വേനൽ കനക്കുന്നു. മുരിയാട് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കിണറുകൾ വറ്റിയത് പ്രതിസന്ധിയായി മാറുന്നു. ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് CPIയിലെ VS രേവതി. വിപ്പ് ലംഘിച്ച കോൺഗ്രസ് കൗൺസിലർ TK വിനോദ് കുമാറിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.